അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് നജ്മിൽ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അംലിൽ ഇൻസാനി മാ തമന്ന ഫലില്ലാഹിൽ ആഖിറത്തു വൽ-ഊല വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ എന്നാണ്. ഖുർആൻ ചോദിക്കുന്നത് അംലിൽ ഇൻസാനി മാ തമന്ന, മനുഷ്യന് അവൻ കൊതിക്കുന്നതെന്തും ലഭിക്കുമെന്നാണോന്ന്. എന്നിട്ട് പറഞ്ഞു ഫലില്ലാഹിൽ ആഖിറത്തു വൽ-ഊല, ഇഹവും പരവും അള്ളാഹുവിൻ്റേതാണ്. ഇതെന്തിനാണ് പറയുന്നത്? തൊട്ടുമുകളിൽ 23-ാമത്തെ ആയത്തിൽ ലാത്ത, ഉസ്സ, മനാത്ത് ഈ 3 വിഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹ അൻതും വ ആബാവുക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും നൽകിയിട്ടുള്ള ചില പേരുകൾ, വിളിച്ചു പോകുന്ന ചില പേരുകൾ മാത്രമാണത്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല. ഒരു സംഗതി ശരിയാണോ അല്ല എന്ന് തീരുമാനിക്കേണ്ടത് അതുമായി അള്ളാഹു അവതരിപ്പിച്ച വല്ല പ്രമാണവുമുണ്ടോ, പ്രമാണബദ്ധമാണോ ഇത് എന്ന് പരിശോധിച്ചിട്ടാണ്. എന്നാൽ നിങ്ങളെ കയ്യിൽ അങ്ങനത്തെ ഒരു പ്രമാണമില്ല. അപ്പോൾ പ്രമാണരഹിതമായിട്ടുള്ള ഒരു വാദഗതി നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ഉന്നയിച്ചു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അവർ ഊഹത്തെയും അവരുടെ മനസ്സിൽ കൊതിച്ചിട്ടുള്ള സംഗതികളെയും പിൻപറ്റാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് പിന്തുടരാൻ പാകത്തിൽ അവരുടെ നാഥങ്കൽ നിന്നുള്ള സന്മാർഗം വന്നു കിട്ടിയിട്ടുമുണ്ട്. ആ സന്മാർഗം വന്നു കിട്ടിയിട്ടും അവരതിൽ നിന്ന് പിന്തിരിയാതെ അതിൻ്റെ തന്നെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ വസ്തുത എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ്റെ ചോദ്യം. അപ്പം ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ ഊഹങ്ങൾക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനുഷ്യന് അവൻ കൊതിക്കുന്നതെന്തും ലഭിക്കും എന്നാണോ അവൻ വിചാരിക്കുന്നത്? അംലിൽ ഇൻസാനി മാ തമന്ന. തമന്ന എന്ന് പറഞ്ഞാൽ അറബിയിൽ തമന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? തമന്നി, തറജ്ജി, ഇങ്ങനെ 2 സംഗതിയുണ്ട്. തറജ്ജി എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രയോഗം നടത്തുമ്പോഴാണ് അതിന് തറജ്ജി എന്ന് പറയാം. തമന്നി എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതി, ആ സംഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രയോഗം പ്രയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു പടുവൃദ്ധൻ അല്ലെങ്കിൽ ജരാനരൊക്കെ ബാധിച്ച ഒരു മനുഷ്യൻ, അയാൾ വിചാരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, എനിക്കെൻ്റെ യുവത്വം തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ. ഇതവന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാമെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു യുവത്വം അവന് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് ലോക പ്രകൃതി. അങ്ങനൊന്നും കിട്ടൂല. അവന് പിന്നെയും വയസ്സായി, പ്രായമായി, കൂടുതൽ ജരാനിരകൾ ബാധിച്ച് മരിച്ചു പോകാനുള്ളേ ഉണ്ടാവുള്ളൂ. അതേ അവസരം ഇങ്ങനെ ആഗ്രഹിക്കാമോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കാം, പക്ഷെ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടൂല, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിരർത്ഥകമായിട്ടുള്ള, ഒരിക്കലും സാധ്യമാവാത്ത, സംഭവിക്കാൻ ഒരു ന്യായവുമില്ലാത്ത ഒരു കൊതി, ഒരാഗ്രഹം മാത്രമാണത്. എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവങ്ങളെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആരെയൊക്കെ എന്തിനെയൊക്കെ നിങ്ങൾ പൂജിക്കുകയും ആരോടൊക്കെ എന്തിനോടൊക്കെ നിങ്ങൾ നിങ്ങളുടെ വേവലാതികളും അവലാതികളുമൊക്കെ പറയുകയും ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടൊന്നും നിങ്ങൾക്കൊരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല എന്നാണ്. അതാണ് അംലിൽ ഇൻസാനി മാ തമന്ന, മനുഷ്യന് അവൻ കൊതിച്ചതെന്തും ലഭിക്കുമെന്നാണോ എന്ന് ഖുർആൻ്റെ ചോദ്യം. അങ്ങനെ കിട്ടാൻ പോകുന്നില്ല എന്നവനെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒക്കെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാണുള്ളത്? ഫലില്ലാഹിൽ ആഖിറത്തു വൽ-ഊല, അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇഹവും പരവുമുള്ളത്. ഈ ലോകത്തെന്ത് സംഗതി നടക്കണമെന്ന് നടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത്
അതുപോലെ ഇവിടെ ശരിതെറ്റുകൾ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. പരലോകത്ത് തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ജയപരാജയങ്ങൾ നൽകുന്നതും അള്ളാഹു തന്നെയാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുകൂലിച്ചുകൊണ്ടോ യാതൊന്നും ചെയ്യാൻ നിങ്ങൾ ദൈവങ്ങളായി സങ്കല്പിക്കുന്ന ഈ വ്യാജ ദൈവങ്ങൾക്ക്, ഈ സാങ്കല്പിക ദൈവങ്ങൾക്ക് സാധ്യമാവില്ല. നിങ്ങൾക്കതുകൊണ്ട് ഒരു നേട്ടവും ലഭിക്കാനില്ല, മറിച്ച് ലഭിക്കാനുള്ളത് കോട്ടം മാത്രമാണ് എന്നവരെ ബോധ്യപ്പെടുത്താണ് ഇവിടെ ഇതിലൂടെ ചെയ്യുന്നത്. ഇനി ശുപാർശ. മനുഷ്യൻ പലപ്പോഴും വിശ്വാസികൾ അള്ളാഹുവിൻ്റെ അടുത്ത് തങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മാപ്പാക്കാൻ പാകത്തിൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാവുന്ന ആരെങ്കിലും കിട്ടുമെന്ന് നോക്കും. അത് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ളൊരു വാസനയാണ്. അപ്പോൾ അങ്ങനെയുള്ള വല്ല ശുപാർശയും അള്ളാഹുവിൻ്റെ അടുത്ത് നടക്കുമോ? നിങ്ങളീ പറയുന്ന ഈ ദൈവങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അസ്തിത്വമുണ്ട് എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള മലക്കുകളുണ്ട്. ധാരാളം മലക്കുകൾ ആകാശലോകത്തുണ്ട്. കമ്മി മലക്കും ഫിസ്സമാവാത്ത്. ആകാശത്തിൽ എത്രമാത്രം ധാരാളം മലക്കുകളാണുള്ളത്. കമ്മി മലക്കും ഫിസ്സമാവാത്ത്. ഈ മലക്കുകൾ പോലും ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅൻ, അവരുടെ ശുപാർശ പോലും ഒരു പ്രയോജനവും ചെയ്യൂല. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ സ്ഥാപിക്കണം എന്താണ്? അവർ ശുപാർശ ചെയ്യുമെന്നാണോ ശുപാർശ ചെയ്യൂല എന്നാണോ? അത് വ്യക്തമാവണമെങ്കിൽ തുടർന്ന് പറയുന്ന കാര്യവും കൂടി പിന്നെ കേൾക്കേണ്ടതുണ്ട്. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർള. അള്ളാഹു ഇഷ്ടപ്പെടുകയും അവൻ അനുവദിക്കുകയും ചെയ്ത്, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അനുകൂലമായി അള്ളാഹു അനുവദിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്ത ശേഷം മാത്രമേ ഈ മലക്കുകളുടെ പോലും ശുപാർശ പ്രയോജനപ്പെടുള്ളൂ എന്നാണ്. അപ്പോൾ ഇതിലൂടെ മൂന്ന് സംഗതിയാണ് ഖുർആൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മലക്കുകൾ. ഇവിടെ ഈ ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ള, ബഹുത്വവിശ്വാസത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ദൈവങ്ങളുടെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുള്ളൊരു വിഭാഗമാണ് മലക്കുകൾ. അറേബ്യയിൽ അള്ളാഹുവിൻ്റെ പെൺമക്കൾ ജഅലൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അള്ളാഹുവിൻ്റെ അടിയാറുകളായ മലക്കുകളെ അവർ അള്ളാഹിൻ്റെ പെൺകുട്ടികൾ എന്ന് പിന്നെ സങ്കല്പിച്ചു കളഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ദേവീദേവന്മാർ, അതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. ദേവന്മാർ, ദേവി എന്ന് പറയുമ്പോൾ പെണ്ണാണ്, ദേവൻ എന്ന് പറയുമ്പോൾ ആണാണ്. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ മക്കളാണ്. ഇതാണ് ഇന്ത്യയിലെ സങ്കല്പം. അപ്പോൾ ഈ ദേവീദേവന്മാരെ പ്രീണിപ്പിച്ചാൽ നമ്മൾക്ക് പല കാര്യം നേടാമെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് പോലെ അറേബ്യയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് മലക്കുകളെ പ്രീണിപ്പിച്ചാൽ അവർ ദൈവത്തിൻ്റെ പുത്രിമാരാണ്, അതുകൊണ്ട് മലക്കുകളെ പ്രീണിപ്പിച്ചാൽ നമ്മൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുന്ന. അതിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു തിരുത്താണ് ഇവിടെ കമ്മിൻ മലക്കും ഫിസ്സമാവാത്തി ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ എന്ന് പറഞ്ഞാൽ, അവിടെ അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ ഒരു കൂട്ടരെ ശുപാർശകരായി നിശ്ചയിച്ചതുകൊണ്ട്, സങ്കല്പിച്ചതുകൊണ്ട് അവർ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നല്ല, ആർക്ക് വേണ്ടി തന്നെ ശുപാർശ ചെയ്യണമെങ്കിലും ആ ശുപാർശകനെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. അല്ല നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് അവിടെ ശുപാർശ നടക്കാൻ പോകുന്നില്ല എന്നാണ്. അവ മലക്കുകൾ ശുപാർശ ചെയ്യുമോ എന്ന് വെച്ചാൽ ശുപാർശ ചെയ്യും. പക്ഷേ ആ മലക്കുകൾ ശുപാർശ ചെയ്യുന്നത് ആർക്ക് വേണ്ടി ആയിരിക്കും? നിങ്ങളുദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആയിരിക്കുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ അത്തരം ആളുകൾ ആർക്കാണോ ശുപാർശ വേണ്ടത് അത്തരം ആളുകൾ പോലും അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാറുള്ള അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അംഗീകരിക്കാൻ, ഒന്നുമില്ലെങ്കിൽ തത്വത്തിലെങ്കിലും അത് അംഗീകരിക്കാൻ സന്നദ്ധനാവുന്ന ആളുകൾ, അവർക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുള്ളൂ. അത് തന്നെയും അള്ളാഹു അനുവദിച്ചതിന് ശേഷം
അള്ളാഹു തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശുപാർശയും അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നടത്തൂല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശുപാർശ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു അംഗീകരിച്ച ശേഷം മാത്രമേ നടക്കൂ. അത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമേ നടക്കൂ. അതിന് മലക്കുകളും ശുപാർശ ചെയ്തേക്കും. അല്ലാതെ മലക്കുകളുടെ ശുപാർശ കിട്ടാൻ വേണ്ടി നിങ്ങൾ മലക്കുകളെ പൂജിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട്, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ശുപാർശ കിട്ടാൻ പോകില്ലാണല്ലോ. അപ്പോൾ ഇവിടെ ജബ്ബാറിൻ്റെ ചോദ്യം, ഈ മലക്കുകൾക്ക് ശുപാർശക്ക് അധികാരം കൊടുക്കുമ്പോൾ എന്നാ പിന്നെ ഈ ലാത്തക്കും ഇസക്കും മനാത്തക്കും അവർ കൊടുത്താൽ പോരേനോന്നാ. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ വിഡ്ഢിത്താണ് ഇതിലൂടെ പുറത്ത് വരുന്നത്. കാരണം എന്താണ്? ഇവിടെ ഖുർആൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മലക്ക് എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. ആ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചും അള്ളാഹു എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനൊത്ത് മാത്രമേ അവർ മുമ്പോട്ട് പോകുള്ളൂ. അള്ളാഹുവിനെ ഒരു അണുകളവ് പോലും അവർ അള്ളാഹിൻ്റെ കൽപ്പന ലംഘിക്കാതെ മുമ്പോട്ട് പോകുന്നവരാണ്. പൂർണ്ണമായിട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. നിങ്ങൾ അവരെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ പൂജിക്കാൻ ഒരുങ്ങിയാൽ അത് മലക്കുകൾ ഒരിക്കലും അംഗീകരിച്ചു തരില്ല. കാരണം മലക്കുകൾ നിങ്ങളെ അവിടെ തള്ളിപ്പറയും. ഇനി ലാത്തി ഉസിം മനാത്ത് ഇവർക്ക് ശുപാർശക്ക് അധികാരം കൊടുത്താൽ പോരെയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അസ്തിത്വം വേണ്ടേ? ഒന്നാമതായിട്ട് അങ്ങനെ ഒരു അസ്തിത്വം തന്നെ ഇസ്ലാം അംഗീകരിക്കണമില്ല. മലക്കുകൾ അല്ലാണ്ട് പ്രത്യേക അടിയാറുകൾ എന്നുള്ളവർക്ക് അവർക്ക് അസ്തിത്വമുണ്ട്. പക്ഷേ അവർ നിങ്ങൾ പറയുന്ന ഈ ദൈവസങ്കല്പം വരെ അംഗീകരിക്കുന്നില്ല. അവർ നിങ്ങൾ തള്ളിപ്പറയും. എന്നാൽ ലാത്ത ഉസ്സ മനാത്ത് പോലെയുള്ള വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഈ സാധനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അസ്തിത്വം തന്നെ ഖുർആൻ അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അസ്തിത്വം തന്നെ അംഗീകരിക്കാത്ത ഒരു പറ്റം സാധനങ്ങൾക്ക് അവർക്കും പിന്നെ ശുപാർശക്കുള്ള അധികാരം കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നത് എന്ത് വിഡ്ഢിത്തമാണ്, ഇതിലെന്ത് യുക്തിയാണുള്ളത്? അപ്പോൾ തീർത്തും യുക്തിവിരുദ്ധമായ, യുക്തിരഹിതമായ, വിഡ്ഢിത്തപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ജബ്ബാർ ഇവിടെ ഖുർആൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് വസ്തുത. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വിഡ്ഢിത്തത്തിൽ ഇവർ ചെന്ന് ചാടിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അള്ളാഹുവിനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ചെന്ന് ചേടുന്നത് ഏതോ ഒരു ഗർത്തത്തിലായിരിക്കും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ ഗർത്തം എന്ന് പറയുന്നത് അവൻ പിന്നെ അവിടെ പോയിട്ട് മരിച്ച് പിന്നെ ജീവൻ പോകാനുള്ളതല്ല. ചിന്താപരമായി പോലും അത്തരത്തിലുള്ള ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത പാതാളത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ എത്തിപ്പെടാന്ന്. യതഖത്തഹു തൈറു ഔ തഹ്വി ബിഹി റീഹു ഫി മക്കാനിൻ സഹീഖ് എന്ന് സൂറത്ത് ഹജ്ജിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള അതാണ്. ഏതോ പാതാളത്തിലെത്തും, അല്ലെങ്കിൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോയിട്ട് ഏതോ ഒരു പിന്നെ വിജനപ്രദേശത്ത് കൊണ്ടിടും. പിന്നെ അവന് അവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ ബുദ്ധിപരമായി പോലും ഒരിക്കലും ഉയർന്നു പൊങ്ങാൻ കഴിയാത്ത വിധത്തിൽ പാതാളത്തിലേക്ക് ആണ്ടുപോകുന്ന പരുവത്തിലാണ് യുക്തിവാദികളുണ്ടാവുക. അതുകൊണ്ട് അവരിങ്ങനെയുള്ള യുക്തിഹീനമായിട്ടുള്ള വിഡ്ഢിത്തപരമായിട്ടുള്ള സംഗതികൾ ചോദിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മലക്കുകൾക്ക് ശുപാർശയ്ക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഈ വിഗ്രഹങ്ങൾക്കും അത് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ് എന്നതാണ് വസ്തുത.